ശബരിമലയിൽ SIT പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് പരിശോധന അവസാനിച്ചത്. അഖിൽ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. യെസ് അഖിലെ, ഇന്നലെ ആയിരുന്നു പരിശോധന തുടങ്ങിയത്. മണിക്കൂറുകളോളം പരിശോധന നീണ്ടുനിന്നു. ശേഷം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പരിശോധന അവസാനിച്ചത്. നമുക്കറിയാം, സ്വർണ്ണപ്പാളികളൊക്കെ ഇളക്കി നോക്കിയാണ് പരിശോധന നടത്തിയത്. അത്തരത്തിൽ വളരെയധികം സൂക്ഷ്മമായിട്ടുള്ള പരിശോധന തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, തീർച്ചയായും മിനിഞ്ഞാന്ന് ഉച്ചയോടുകൂടിയാണ് SIT SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം സന്നിധാനത്തെത്തിയ സംഘം ദേവസ്വം ഓഫീസുകളിൽ നിന്ന് ആവശ്യമായ രേഖകൾ ശേഖരിച്ചു. അതിനുശേഷം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വൃശ്ചിക മാസം 1-ാം തീയതിയായി ഇന്നലെ ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജയ്ക്ക് നടയടച്ചതിനു ശേഷം നട തുറക്കുന്ന 3 മണിക്കുള്ളിൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്കായി ശബരിമല ശ്രീകോവിലിന് ചുറ്റുമുള്ള 4 കട്ടിളപ്പാളികളും കൂടാതെ ദ്വാരപാലക ശില്പങ്ങളുടെയും സ്വർണ്ണപ്പാളികളുടെ ഭാഗങ്ങളും സാമ്പിളുകളും ശേഖരിക്കുകയാണ് ഉണ്ടായത്. ശ്രീകോവിലിലെ കട്ടിളപ്പാളികൾ പൂർണ്ണമായും അഴിച്ചെടുത്ത് തന്ത്രിയുടെ മുറിയോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ റൂമിൽ വൈകിട്ട് ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി ആരംഭിച്ച പരിശോധന പുലർച്ചെ 2 മണിവരെ നീണ്ടുനിന്നു. അതിനുശേഷം രാവിലെ 3 മണിക്ക് നട തുറക്കുന്നതിന് മുമ്പായി ഗോൾഡ് സ്മിത്തിൻ്റെയും മറ്റ് വിദഗ്ധരുടെയും നേതൃത്വത്തിൽ അതിന് ആവശ്യമായ സാമ്പിളുകളും മറ്റും ശേഖരിച്ചാണ് ഇന്ന് SIT സംഘം ശബരിമലയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത് ഭദ്ര.